ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മുമ്പുള്ളൊരു വീഡിയോ കേട്ടോ, മുമ്പ് വെച്ചാൽ 2-3 ദിവസമൊക്കെ ആയിട്ടുണ്ട് എടുത്തിട്ട്. പക്ഷേ എഡിറ്റ് ആക്കാനുള്ളൊരു ടൈമും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ പോയത്, അതായത് എൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 ദിവസത്തിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയൊരു ചെറിയ വീഡിയോ നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിരുന്നേ. അപ്പം അവിടെ പോയതിന് ശേഷം ഉണ്ടായതാണ് കേട്ടോ ഈ നോമ്പ് തുറ. അപ്പോൾ നമ്മൾ ചെന്നപ്പം അവർ നല്ല പണിയിലായിരുന്നു കേട്ടോ. നമ്മളൊരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട് ഇതിനോട് എത്തിയപ്പം. പിന്നെ നമ്മളും കൂടെ അതിൽ കൂടി കൊടുത്തിട്ടോ. അപ്പോൾ കുറേ പരിപാടിയൊക്കെ അവിടെ ഏകദേശം സെറ്റായിരുന്നു. പിന്നെ ഉമ്മയും അവരെല്ലാവരും കൂടി ചേർന്നിട്ട് കറിയും പത്തിരിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെ അവിടെ സ്നാക്സിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അമ്മായി അവിടെ തരിക്കഞ്ഞി റെഡിയാക്കുന്നുണ്ട്. നോമ്പിൻ്റെ ഒരു മെയിൻ വിഭവമാണല്ലോ അല്ലേ തരിക്കഞ്ഞി. അവിടെ പിന്നെ എല്ലാവർക്കും തരിക്കഞ്ഞി ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പം ഞാൻ ഏതായാലും നമ്മൾ ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും സ്വീറ്റായിട്ടുള്ളൊരു എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ബ്രെഡ് അങ്ങനെ വാട്ടാനാണ് പറഞ്ഞത്. പക്ഷേ അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി അല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും വെറൈറ്റി ആക്കാമെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ഉന്നക്ക റെഡിയാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഉന്നക്കായുടെ ഉള്ളിൽ നമ്മളിടുന്ന ഫില്ലിങ്സ് ഉണ്ടല്ലോ, തേങ്ങയും നട്ട്സും, നമ്മൾ കാഷ്യൂ നട്ട്സും അതേപോലെ റൈസിൻസൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഇതുണ്ടാക്കുക വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചിരവി സെറ്റാക്കി. പിന്നെ നമ്മൾ കാഷ്യൂ നട്ട്സൊക്കെ എടുത്തിട്ട് നമ്മൾ നെയ്യിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തരിക്കഞ്ഞിലേക്കും രണ്ടും പാടേക്കുള്ളതാണ് കേട്ടോ നമ്മളെടുത്തത്. അപ്പോൾ തരി അവിടെ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് ടൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചൂടാറുന്നതിനനുസരിച്ച് ഇങ്ങനെ ടൈറ്റായി വരുന്നുണ്ടതിന്. പക്ഷെ ടൈറ്റ് കൂടുതലുള്ളത് ആർക്കും വല്ലാണ്ട് ഇഷ്ടമാവുമല്ലോ അല്ലേ. അപ്പോൾ അത് ആ ഒരു സമയത്ത് സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റൗവിൽ നമ്മൾ തേങ്ങ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ബ്രെഡ് ഉണ്ടല്ലോ, നമ്മൾ ഈ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അരികു വശമൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളിതാ ഇങ്ങനെ ആവി കയറ്റിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് പൊട്ടി പോകുമൊന്നുമില്ല. പിന്നെ നമുക്കിങ്ങനെ നല്ല അമർത്തി കൊടുത്താൽ അതൊരു പെട്ടെന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചോളൂ കേട്ടോ. അപ്പം അതറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കേണ്ടേ. അപ്പോൾ ഏതായാലും അങ്ങനെ അത് നമ്മൾ ആ ചൂടോടെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതങ്ങനെ ഈസി ആവില്ലേ. അപ്പോൾ നമ്മളതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളതങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഫില്ലിങ്സ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമ്മൾ സമൂസ ഷീറ്റ് വാങ്ങിച്ചിട്ടാണ് സമൂസൻ്റെ ഇത് സെറ്റാക്കിയത്. അപ്പം അതിൻ്റെ ഫില്ലിങ്സിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫ്രീസർക്ക് വെക്കാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ സമയം 3 മണിയൊക്കെ ആയിട്ടുള്ളൂ ഇനി. അപ്പോൾ അതൊക്കെ സെറ്റാക്കി കുറച്ചൊരു 5 o'clock ആയപ്പോഴാണ് നമ്മളിതാ എല്ലാ കാര്യങ്ങളും ജ്യൂസും വെള്ളവും ഫ്രൂട്ട്സും ഒക്കെ കട്ടാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സമൂസ, പിന്നെ നമ്മൾ ബ്രെഡ് വെച്ചിട്ടുണ്ട് ചെയ്ത ആ ഒരു സംഭവമായിട്ടത്. അതിനിടയിലാണ് നമ്മളെ കട്ട്ലേറ്റും കൂടി ഉണ്ട്, അത് അതിൻ്റെ ഇടയിലാട്ടോ പെട്ടത്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. കറി നമ്മളെ സാധാ മറ്റേ എന്താ പറയുക ലെഗോൺ ചിക്കൻ്റെ കറിയായിരുന്നു. അത് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ടേബിളിലൊക്കെ എല്ലാതും എന്താ പറയുക ആണുങ്ങൾക്കുള്ളത് ഫ്രണ്ടിലും പെണ്ണുങ്ങൾക്കുള്ളത് കിച്ചണിലും കേട്ടോ സെറ്റ് ചെയ്തത്. അത് പിന്നെ നോമ്പ് തുറാന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ, അത് സെറ്റാക്കി റെഡിയാക്കി വെച്ചിരിക്കണമല്ലോ. പിന്നെ നമ്മൾ തറാവി നിസ്കാരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടുന്ന് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് പോരാന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഞാനിതാ കുറച്ച് സാലഡും കുറച്ച് റൈസും, പിന്നെ നമ്മൾ അതിന് 2 ചിക്കൻ കുട്ടൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതിന് 2 പീസും പിന്നെ ഒറ്റ ഫ്രൈ ചെയ്ത പീസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്നു കേട്ടോ. തറാവി നിസ്കാരമൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അന്ന് തന്നെ രാത്രി നമ്മൾ കളിയാട്ടുമുക്കൊക്കെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയൊക്കെ തന്നെ കേട്ടോ ഷൂട്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം, പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ, അസ്സലാമു അലൈക്കും.